Morning. Good morning, Miss. Good morning. Good morning, ma'am. Good morning. Mare, Miss. മതി. എല്ലാം ഓക്കെ ആയോ? ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് ക്ലാസ് കൊടുക്കുന്നുള്ളൂ. ചുമയില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം തന്നെ. അങ്ങനെ പോണു. കുറച്ച് പേരുള്ള ക്ലാസ്സിൽ എത്രയൊക്കെ ഉണ്ടാവുള്ളോ? Good morning, ma'am. മോർണിംഗ്. ഓക്കെ ശരണ്യ. ഓക്കെയാണ് കേട്ടോ. എല്ലാവരും അന്വേഷിച്ചെന്ന് പറഞ്ഞു എന്നോട്. വന്ദനാമസ് പറഞ്ഞിരുന്നു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ലേ തുടങ്ങിയേക്കണ. റിക്രൂട്ട്മെന്റ് പോളിസി പറഞ്ഞു വെക്കണം അല്ലെ? പോളിസീസ് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്സുകൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ് പോളിസി. നെക്സ്റ്റ് നോക്കുന്നത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. There is a general procedure for hiring new staff which is applicable to all business enterprises. Each enterprise has its customized procedure which brings it the desired quantity and quality of manpower at the minimum possible cost. Recruitment organization എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കാം? എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും പുതിയ സ്റ്റാഫുകളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പോളിസീസ് ഉണ്ടാവും എല്ലാ ഓർഗനൈസേഷനിലും. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? എല്ലാ പുതിയ സ്റ്റാഫുകൾ എടുക്കുന്നതിന് നമുക്ക് പുതിയ ജനറൽ ആയിട്ടുള്ള ഗുഡ് മോർണിംഗ് ജനറൽ ആയിട്ടുള്ള പോളിസീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതെല്ലാ കമ്പനീസിനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒരു ജനറൽ പോളിസിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഏത് സ്ഥാപനം ആയിക്കോട്ടെ അവിടെ എങ്ങനെയായിരിക്കും? ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഓർഗനൈസേഷനിലേക്ക് ന്യൂ സ്റ്റാഫുകളെ പുതിയ റിക്രൂട്ട്മെന്റ്സുകൾ എടുക്കുന്നത്. ഓക്കെ, each enterprise has its customized procedure which brings it is the desired quantity and quality of manpower at the minimum possible cost. ഏത് തരം സ്ഥാപനമായാലും, അപ്പൊ ഇപ്പോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ മറ്റേതെങ്കിലും ഒരു കമ്പനി ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടാവും. ആ പ്രൊസീജിയറിനനുസരിച്ചുള്ള റിക്രൂട്ട്മെന്റ്സ് മാത്രം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പൊസിഷനിലേക്കുള്ള ആൾക്കാരെ മാത്രമായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അല്ലെ? അത് ഏത് സ്ഥാപനം ആയിക്കോട്ടെ അവരുടെ ആ ഒരു നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമായിരിക്കുള്ളൂ നമ്മള് അതിനകത്തേക്ക് ന്യൂ ആൾക്കാർ അല്ലെങ്കിൽ പുതിയ സ്റ്റാഫുകളെ നമ്മള് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതായത് ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ പ്രൈവറ്റ് ഫേംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേത് മാത്രമായിട്ടുള്ള പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് മാത്രമാണ് അവര് പുതിയ സ്റ്റാഫുകളെ അതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, യെസ്. അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അനുസരിച്ച് അവർ ന്യൂ സ്റ്റാഫുകൾ അവരുടെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് അവരുടെ ഓർഗനൈസേഷനിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യും. അത്രേ വരുന്നുള്ളൂ കേട്ടോ. അവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.
ഓരോ ഓർഗനൈസേഷൻ എന്താണ് ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്ത് എന്താണ് അവർക്ക് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പുതിയ സ്റ്റാഫുകളെ നിയമിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ കേട്ടോ, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഈ പോയിന്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ടേക്ക്. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് ഒന്ന് റൗണ്ട് ചെയ്തിട്ടേക്ക്. മറ്റൊരു ക്ലാസ്സിൽ അത് പറഞ്ഞുതരാം. ഇനി റിക്രൂട്ട്മെന്റിന്റെ അടുത്ത സ്റ്റെപ്പ്, അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. നമ്മൾ ഇത് ഇത്രയും നേരം പറഞ്ഞു കുറെ ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു. എവിടെ നിന്നൊക്കെയാണ് ഇതിന്റെ സോഴ്സ് വരുന്നത് അല്ലെ? നമുക്ക് പ്രത്യേക ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് രണ്ട് സോഴ്സസിൽ കൂടിയാണ്. ഒന്ന് നമുക്കറിയാം ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. പുതിയ ആൾക്കാരെ നമ്മൾ നിയമിക്കുന്നത് എങ്ങനെയാണ്? ഇന്റേണൽ സോഴ്സസിൽ കൂടിയും അതേപോലെ തന്നെ എന്താണ് എക്സ്റ്റേണൽ സോഴ്സസിൽ കൂടിയാണ് ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റേണൽ സോഴ്സസിൽ എന്തൊക്കെയാണ് വരുന്നത്, എക്സ്റ്റേണൽ സോഴ്സസിൽ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. Internal sources. These consist of personnel who are already on payroll of an organization, its present working force. Whenever any is reported, somebody from within the organization will be upgraded, transferred, promoted or sometimes demoted. ഇനി നമ്മൾ ഇന്റേണൽ സോഴ്സസിൽ നിന്ന് ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഓർഗനൈസേഷന്റെ പേറോൾ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷമായിരിക്കും. പ്രത്യേകിച്ച് പ്രസന്റ് വർക്കിംഗ് ഫോഴ്സിൽ എത്ര പേരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ. അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയുന്നത് അപ്ഗ്രേഡ് അടുത്ത പദവി ഉയർത്തില്ല, നമ്മൾ അപ്ഗ്രേഡ് അപ്പർ പൊസിഷൻസിലേക്ക് മാറ്റില്ല ആളെ, അങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയുന്നത്. പ്രമോഷൻ കൊടുക്കുന്ന പോലെ തന്നെ. ഓക്കെ, അങ്ങനെ മാറ്റുന്ന ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് എന്താണ്? ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രമോട്ടഡ് എന്താണ്? പ്രമോഷൻ കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ്? സംടൈംസ് ഡിമോട്ടഡ് എന്താണ്? പ്രമോഷൻ എന്താണ്? സ്ഥാനക്കയറ്റം. അപ്പൊ ഡിമോഷൻ എന്തായിരിക്കും? ഡിമോട്ടഡ് സ്ഥാനം ഇറക്കും, അല്ലെങ്കിൽ ഒരു പൊസിഷൻസിൽ നിന്ന് ആളെ മാറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ആ പൊസിഷനിൽ നിന്ന് അയാളെ മാറ്റിപ്പെടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റേണൽ സോഴ്സസിൽ നിന്ന് ഫസ്റ്റ് റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പൊ ഉയർന്ന പദവിയിലേക്ക് എത്ര പേരെ നമ്മൾ ഹയർ പൊസിഷൻസിലേക്ക് മാറ്റും. ഇത്ര ആൾക്കാരെ നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യും? അത്രയും പേരെ അപ്ഗ്രേഡ് ചെയ്യും. ചിലപ്പോ 10 പേരിൽ 2 പേരേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്പൊ ആ ഹയർ പൊസിഷൻ എന്തായി? അവിടെ ഫിൽഡ് ആയി, അവിടെ റിക്രൂട്ട്മെന്റ് നടന്നു. പിന്നെ എന്താണ്? ഇനി കുറച്ചുപേർ നമുക്ക് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്ത് ചെയ്യും? കുറച്ചുപേരെ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യുന്നത്. കുറെ പേര് എന്താണ്? ഹയർ പൊസിഷനിലേക്ക് പ്രമോഷൻ കൊടുക്കുമ്പോൾ എന്താണ്? അതിനകത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ എന്താണ്? അകത്ത് തന്നെ എന്താണ്? ലേബേഴ്സിനെ നമ്മൾ പ്രമോഷൻ കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ഓർഗനൈസേഷനെതിരായോ എന്തെങ്കിലും മിസ്ബിഹേവിയേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് കാണിക്കുന്നവരെ എന്ത് ചെയ്യും? ആ പദവിയിൽ നിന്ന് ആ സ്ഥാനം മാറ്റുകയാണ്, അയാളെ ഡിമോട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ അകത്ത് വെച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ സോഴ്സസിന് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അതിനകത്തുള്ള ആൾക്കാരെയാണ് ഈ രീതിയിലാണ് നമ്മൾ പൊസിഷനിങ് ചെയ്യുന്നത്. ഒന്ന് എന്താ ചെയ്യുന്നത്? ഒന്ന് അല്ലെങ്കിൽ അവരെ അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും, പ്രമോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യും. ഓക്കെ, പ്രസന്റ് വർക്കിംഗ് ഫോഴ്സ് എത്രയാണോ അവിടെ ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിനുള്ളിൽ നിന്നുള്ളവരെ മാത്രം ആദ്യം അത് നമ്മൾ റിക്രൂട്ട് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കുള്ളൂ പിന്നെ ഇതിലേക്ക് പോകുന്നത്? എക്സ്റ്റേണൽ സോഴ്സസിലേക്ക് പോകും. ഓക്കെ, ഇന്റേണൽ സോഴ്സസ് മനസ്സിലായോ? ഇനി നമുക്ക് നോക്കിയേ എക്സ്റ്റേണൽ സോഴ്സസ് ഇപ്പൊ എന്തായിരിക്കും? These sources which lie consist outside the organization. അല്ലെ, ഔട്ട്സൈഡിൽ നിന്ന് ഒരു ഓർഗനൈസേഷന് പുറത്ത് നിന്ന് നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന സോഴ്സസ് ആണ് എന്ത്? എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്.
അപ്പോ പുറത്തു നിന്ന് വന്ന ആരൊക്കെ വരുന്നതില് ന്യൂ എൻട്രൻസ്, the labor force, young, mostly inexperienced potential employees, the college students, unemployed with a wide range of skills and abilities, retired experienced persons and others. അപ്പൊ നമ്മളെ പുറത്തുനിന്നുള്ള ആൾക്കാർ നിയമിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ന്യൂ എൻട്രൻസുകളാണ് അല്ലെ. ന്യൂ എൻട്രൻസസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ? ന്യൂ എൻട്രൻസ് ലേബർ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? യങ് ആയിട്ടുള്ള ഫ്രഷേഴ്സിനെയാണ് അവിടെ പറയുന്നത് അല്ലെ. പ്രത്യേകിച്ച് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ഏതെങ്കിലും കമ്പനിയിൽ നിന്നൊക്കെ ഒരു വരാറുണ്ട്. അതായത് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് വേണ്ടി ഫ്രഷേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ബ്രോഷറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അതിന് കുറച്ചുകൂടെ ചിലപ്പോൾ എക്സാം ചെയ്യും, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്തിട്ടൊക്കെ കോളേജിനകത്ത് വെച്ച് തന്നെ എന്താണ് അവരെ സെലക്ട് ചെയ്തുകൊണ്ട് വരണം. യെസ്, വെരി ഗുഡ്. ക്യാമ്പസ് ഇന്റർവ്യൂസ് എന്ന് നമ്മൾ അതിനെ പറയും അല്ലേ. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ എന്താണ്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, അവരെ ഫ്രഷേഴ്സ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ പുതിയ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെയും കൂടി കമ്പനി ആകർഷിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരു ജോലി കൊടുത്താലേ എക്സ്പീരിയൻസ് ആവുള്ളൂ അല്ലെ. അപ്പൊ ഫ്രഷേഴ്സിന് ആവശ്യമായിട്ട് വരുന്ന കമ്പനീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മൾ അപ്പൊ സെലക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ഇതേപോലുള്ള കോളേജ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനായാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, വെറുതെ ഒന്നും ഇല്ല കേട്ടോ. അവിടെ എന്താണ് ചിലപ്പോൾ ചില ഇന്റർവ്യൂസ് നടത്താം, എക്സാംസ് കണ്ടക്ട് ചെയ്യാം. ഇതിൽ നിന്നൊക്കെയാണ് അവരെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ 20 പേരെ വേണമായിരിക്കും ചിലപ്പോ ഒരു കോളേജിനെ സംബന്ധിച്ച് അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ടായിരിക്കില്ല. ചില കാറ്റഗറി ചില ഗ്രൂപ്പ് വൈസിൽ മാത്രം, ഇപ്പൊ എക്കണോമിക് സ്റ്റുഡൻസിന് മാത്രം സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റുഡന്റ് BSc മാത്സ് എടുക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ MSc മാത്സ് ആയ കുട്ടികളായിരിക്കും. അപ്പൊ ഏത് സ്ട്രീമാണോ അവർക്ക് വേണ്ടത് അതിനനുസരിച്ച് കുട്ടികൾ ചിലപ്പോൾ സെലക്ട് ചെയ്യും. ഇല്ല അല്ലെങ്കിൽ എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എന്താണ് അവരെ സെലക്ട് ചെയ്ത് നോക്കി. ഓക്കെ, സെക്കൻഡ് എന്താണ്? അൺഎംപ്ലോയിഡ് with a wide range of skills and abilities. എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇപ്പൊ എത്ര കോഴ്സ് പഠിച്ചെന്നല്ല അല്ലെ. ഇപ്പൊ നല്ല ഗ്രാജുവേഷൻ ഉണ്ടാവും, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാവും, PhD ഉണ്ടാവും, എല്ലാ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ എന്താണ്? ജോലി ഇല്ല. അങ്ങനെയുള്ളവർക്ക് എന്താ പറയുന്നത്? ഇത്രയും എബിലിറ്റീസും സ്കിൽസ് ഉണ്ടായിട്ടും നമുക്ക് ജോലി കിട്ടാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. പഠിച്ചിട്ടും ജോലി കിട്ടാത്തവരെയാണ് അൺഎംപ്ലോയ്മെന്റ് കാറ്റഗറീസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്തരം സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യും. ഇത് വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. അപ്പൊ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്തരം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടും കിട്ടാത്തവരുണ്ട് അല്ലെ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. നമുക്ക് ശരിക്കും സെമിനാറിനൊക്കെ കിട്ടുന്ന ഒരു ടോപ്പിക്സ് ആണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, തൊഴിലില്ലായ്മ എന്നത്. ഓക്കെ, ഒരുപാട് പേരുണ്ട് ജോലിയില്ലാത്തവര്. പക്ഷെ ഇപ്പൊ നിങ്ങളിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്നതിന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പുറത്തുനിന്ന് സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്നു. അടുത്ത എന്താണ്? റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് അതായത് വിരമിച്ചിട്ട് പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. ആരൊക്കെ ആയിരിക്കാം റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം അല്ലെ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. എക്സ്പീരിയൻസ്ഡ് ആണ്. റിട്ടയർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം ഏജ് ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ. നല്ല രീതിയിലുള്ള ആ ഒരു ജോലിയിൽ നല്ല രീതിയിലുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരെ നമ്മൾ കമ്പനി കുറച്ച് നാളത്തേക്കെങ്കിലും എന്താണ് സെലക്ട് ചെയ്യപ്പെടും. ഓക്കെ, അതായത് ഇപ്പൊ 2 വർഷവും 3 വർഷത്തെങ്കിലും അവർക്ക് ആവശ്യം അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്താണ് റിട്ടയർഡ് എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതേഴ്സ്, മറ്റുള്ളവരെ ഇതിലൊന്നും പെടാത്ത ആൾക്കാരെയും എന്താണ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ജോലിക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാം, റിക്രൂട്ട്മെന്റിന് 2 വശങ്ങളുണ്ട്. നമ്മൾ ഇന്റേണൽ സോഴ്സിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുമാണ് ആൾക്കാരെ നമ്മൾ ചെയ്യുന്നത്. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ പ്രസന്റ് വർക്കിംഗ് ഫോഴ്സ് ഓർഗനൈസേഷൻ എത്ര പേരുണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ അവർ അപ്ഡേഷൻ കൊടുത്ത്, ട്രാൻസ്ഫർ കൊടുത്ത്, പ്രമോഷൻ കൊടുത്ത്, അല്ലെങ്കിൽ ഡിമോഷൻ കൊടുക്കേണ്ട സ്കെയിലിൽ അത് കൊടുത്തിട്ടാണ് അതിനകത്ത് ഇന്റേണൽ സോഴ്സസിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? പുറത്തു നിന്ന്, ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ ആണ്. അതായത് പ്രത്യേകിച്ച് ന്യൂ എൻട്രൻസുകളെ സെലക്ട് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള
വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് എബിലിറ്റീസ് ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെറിറ്റഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിന് മറ്റുള്ളവർ അതേഴ്സ് ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സ് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ പറഞ്ഞത് എന്താണ്? എല്ലാം പ്രോസസ്സുകളാണ്, റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സാണ്. ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ്? മെത്തേഡ്സ് ആണ് അല്ലെ? മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്തൊക്കെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ് റിക്രൂട്ട്മെന്റിൽ? ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ ചുമ്മാ ഒന്നും പറ്റില്ല അല്ലെ? കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ടെക്നിക്സ് ഉപയോഗിക്കാതെ ആളെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ഇവിടെ 3 മെത്തേഡ്സ് പറയുന്നുണ്ട്: ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്സ്. നമുക്ക് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്താണ്? This consists of sending traveling recruiters to educational and professional institutions, employees contact with the public and mannered exhibits. One of the widely used direct methods is that of sending recruiters to college and technical schools. ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് പേരിലൊന്നും മനസ്സിലാക്കാം അല്ലെ? ഡയറക്റ്റ് ആയിട്ട് നമ്മള് ആൾക്കാരെ സ്ഥലത്ത് തിരഞ്ഞെടുക്കുകയാണ്. എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും? നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കോളേജിൽ സ്ഥാപനങ്ങളിലൊക്കെ പല കമ്പനിയുമായി ബന്ധപ്പെട്ട് കുറെ റിക്രൂട്ടേഴ്സ് വരാറുണ്ട് അല്ലെ? സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കോളേജുമായി ബന്ധപ്പെട്ട് അവർ നേരിട്ടാണ് എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നത്. അതായത് പബ്ലിക്കിന്റെ ഇടയിലേക്ക് നേരിട്ട് ഇറങ്ങിക്കൊണ്ട് അവരെ ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. നമ്മുടെ ക്യാമ്പസ് ഇന്റർവ്യൂസ് ഒക്കെ പറഞ്ഞ പോലെ ഡയറക്റ്റ് വന്ന് അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം എന്താണ് പ്രത്യേകിച്ച് സ്കൂളുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ കോളേജസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കൂൾസിലൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഡയറക്റ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഇവരിപ്പോ സെലക്ട് ചെയ്തിട്ട് പോകും. എന്നിട്ട് എന്താണ്, നമ്മൾ ഏകദേശം ഒരു കോഴ്സ് തീരുന്നതിന് മുമ്പായിട്ടോ ചിലപ്പോ ആ ഇന്റർവ്യൂവില് നമ്മൾ ചിലപ്പോൾ അത് പാസ് ആയിട്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോ ജോലി കിട്ടിയെന്നും വരാം. ഓക്കെ, അതാണ് ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ റിക്രൂട്ടേഴ്സ് പബ്ലിക്കിലേക്ക് നേരിട്ട് ചെന്നുകൊണ്ട് എന്താണ് എംപ്ലോയീസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ കോളേജിലേക്കോ ചെന്നുകൊണ്ട് നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ടെക്നിക്സ് മെത്തേഡാണ് എന്ത്? ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നോക്കൂ. അടുത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ്. Indirect methods. Advertising in newspapers, on the radio, in trade and professional journals, technical magazines and brochures are mostly included in this method. Indirect method എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് അഡ്വർടൈസ്മെന്റ് നോക്കിയാണ്. പ്രത്യേകിച്ച് നമ്മൾ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് അല്ലെ? ന്യൂസ് പേപ്പേഴ്സിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെന്താണ് റേഡിയോസില്, പ്രൊഫഷണൽ ജേർണൽസിൽ, ട്രേഡ് പ്രൊഫഷണൽ ജേർണൽസിലാണ് ഏറ്റവും കൂടുതൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ടെക്നിക്കൽ മാഗസീൻസ് ആൻഡ് ബ്രോഷേഴ്സ്. അപ്പൊ ഇതുവഴി എന്താണ്, ഇതിലേക്ക് നമ്മൾ പരസ്യം കൊടുക്കുന്നത് വഴി എന്താണ് നമുക്ക് ആൾക്കാരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ജോബ് അഡ്വർടൈസ്മെന്റ് ആണ് അതിൽ കൊടുക്കുന്നത് അല്ലെ? കുറെ അവസരങ്ങളൊക്കെ കൊടുത്ത് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു പാക്കേജിൽ കൊടുത്തിട്ടായിരിക്കും പരസ്യം വരുന്നത്. അപ്പൊ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത് അട്രാക്റ്റീവ് ആയിരിക്കും. ചിലപ്പോ ഒരു ബ്രോഷർ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ കൊടുക്കുന്ന ബ്രോഷറിൽ പോലും എന്തായിരിക്കും, നല്ലൊരു വളരെ കളർഫുൾ ആയിട്ട് നമ്മൾ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളായിരിക്കും അതിൽ കൊടുക്കുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് ആൾക്കാരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പരസ്യം മുഖേന നല്ല അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? അതിന് അപ്ലൈ ചെയ്യും. ഓക്കെ, യെസ്. നിങ്ങളൊക്കെ ചെയ്യാറില്ലേ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ജോബിന് അപ്ലൈ ചെയ്യാറുണ്ടോ? കിട്ടിയോ? പോയോ? ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പോയിട്ട് നിങ്ങള് അടുത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് മനസ്സിലായല്ലോ.
നോക്കൂ, തേർഡ് പാർട്ടി മെത്തേഡ്സ്. ഇനി ഡയറക്ട് മെത്തേഡും ഇൻഡയറക്ട് മെത്തേഡും കൂടാതെ റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു ടെക്നിക്കാണ് ഇത് തേർഡ് പാർട്ടി മെത്തേഡ്സ്. എന്താണ്? യൂസ് ഓഫ് കൊമേഴ്സ്യൽ ഓർ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, സ്റ്റേറ്റ് ഏജൻസീസ്, പ്ലേസ്മെന്റ് ഓഫീസ് ഓഫ് സ്കൂൾസ്, കോളേജസ്, പ്രൊഫഷണൽ അസോസിയേഷൻ, റിക്രൂട്ടിംഗ് ഫേംസ്, മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേംസ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഡയറക്റ്റ് മെത്തേഡ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ. ഇവയൊന്നും പെടാത്ത രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് എന്താ തേർഡ് പാർട്ടി മെത്തേഡ് എന്നുള്ളത്. അതായത് നമ്മുടെ മറ്റ് ഏജൻസികൾ വഴി, ഇവയൊന്നും കൂടാതെ മറ്റ് ഏജൻസികൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വഴി നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനെ പറ്റി അല്ലെങ്കിൽ ഒരു കമ്പനീനെ പറ്റി നമ്മൾ അറിയുന്നതാണ് എന്താ തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എന്തൊക്കെയാണ് മറ്റേതെങ്കിലും എംപ്ലോയ്മെന്റ് ഏജൻസീസ്, നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ലേ നമ്മൾ മിക്കതും അറിയാറ് ജോലി അവസരങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല്. ഓക്കെ, പിന്നെ എന്താണ് സ്റ്റേറ്റ് ഏജൻസി, സ്റ്റേറ്റ് വൈസ് വരുന്ന ഏജൻസീസ് വിളിക്കില്ല, ജില്ലാതല അടിസ്ഥാനത്തിൽ ഇത്ര പേരെ നിയമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഏജൻസി മുഖാന്തരം അവര് പരസ്യങ്ങൾ ഇറക്കും. പിന്നെ എന്താണ് പ്ലേസ്മെന്റ് ഓഫീസുകൾ, സ്കൂൾസ് ഉണ്ടാവും, കോളേജസ്, പ്രൊഫഷണൽ അസോസിയേഷൻസ്, റിക്രൂട്ട്മെന്റിന് മാത്രമുള്ള ഒരു ഫേംസുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേംസ്, അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഇവ മുഖാന്തരം നമ്മള് ഒരു ജോലിയെ പറ്റി അറിയുന്നതാണ് എന്താ തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്ന് പറയുന്നത്. റെക്കമെൻഡേഷൻ മൂലം കിട്ടുന്നതൊക്കെ നമുക്ക് ഈ തേർഡ് പാർട്ടിയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിലർ പൈസയൊക്കെ കൊടുത്ത് ജോലിക്ക് കയറുന്നവരുണ്ട്, അതൊക്കെ നമുക്ക് തേർഡ് പാർട്ടി മെത്തേഡ്സിൽ പറയാവുന്നതാണ്. ഓക്കെ, these are the methods of recruitment. Methods and techniques of recruitment. ഇത് മൂന്ന് പഠിച്ചു വെക്കണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. മൂന്ന് മെത്തേഡ്സ് ആണ് ഉള്ളത്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിക്രൂട്ടേഴ്സ് നേരിട്ട് അവിടെ പോയിട്ട് കോളേജസിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നതാണ് എന്താ ഡയറക്റ്റ് മെത്തേഡ്സ്. ഡയറക്റ്റ് എന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് മുഖാന്തരം പരസ്യങ്ങൾ മുഖേന തിരഞ്ഞെടുക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റ് ഏജൻസീസുകൾ വഴി, നേരിട്ട് ഏജൻസികൾ വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ് തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ. ക്ലിയർ അല്ലേ? അടുത്തത് methods of assessment of the recruitment program. Method of assessment of the recruitment program. Recruiting sources should be periodically assessed. For this purpose, the criteria may be the cost for the applicant or hearing ratio, tenure, performance appraisal, etc. ഇനി നമ്മളിപ്പോ റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന് പറഞ്ഞാലേ വെറുതെ ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് കാര്യമുണ്ടോ? റിക്രൂട്ട്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് വിലയിരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് അസസ് ചെയ്യേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് പീരിയോഡിക്കലി ഈ സോഴ്സുകളെല്ലാം തന്നെ എന്താണ് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അത് വിലയിരുത്തേണ്ടതുണ്ട്. അതായത് ഈ റിക്രൂട്ട് ചെയ്യുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനദണ്ഡങ്ങൾ അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയ മാനദണ്ഡങ്ങളുണ്ട്. ആ ക്രൈറ്റീരിയ മുഖാന്തരമാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ആ ക്രൈറ്റീരിയ എടുത്ത് നമുക്ക് അതേപോലെ തന്നെ തുടർന്നാൽ മതിയോ? എപ്പോഴും അതുപോലെ തന്നെ മതിയോ? എല്ലാം വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ വിലയിരുത്തുക എന്ന് പറയുന്നത്. അതായത് ഒരു സാലറി കോസ്റ്റ്, ആപ്ലിക്കൻസിന്റെ കോസ്റ്റ് വ്യത്യാസം വരുത്താതെ തന്നെ എന്താണ് ഹയറിംഗ് റേഷ്യോ, ഇത്ര ആൾക്ക് ഇത്ര പേരെന്ന രീതിയിലായിരിക്കും നമ്മൾ ഹയറിംഗ് റേഷ്യോ വിളിക്കുന്നത്. ഹയറിംഗ് അനുപാതം, നിയമന അനുപാതം നമ്മുടെ കാറ്റഗറി ഉണ്ട് അല്ലെ. അത് ചിലപ്പോൾ റേഷ്യോ കൂട്ടി വിളിക്കാം നമുക്ക് അല്ലെ. എംപ്ലോയ്മെന്റ് ഓർഗനൈസേഷൻ എത്രത്തോളം റിക്രൂട്ട്മെന്റ് ആവശ്യകതയുണ്ട് അതിനനുസരിച്ച് നമ്മൾ അതിന്റെ അനുപാതം കൂട്ടി കുറയ്ക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്കത് മാറ്റാവുന്നതാണ്.
ടെനർ എന്താണ്? ടെനർ കേട്ടിട്ടുണ്ടോ? ടെനർ മീൻസ് നമ്മുടെ ഒരു അധികാര കാലാണ് അല്ലെങ്കിൽ കാലയളവ് എന്ന് പറയാം. ഒരാള് വർക്ക് ചെയ്യുന്നതിന്റെ കാലയളവ് ചിലപ്പോ 1 ഇയർ ആയിരിക്കാം. 1 ഇയറിനുള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ആവശ്യകതകളൊക്കെ കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്താണ് ആ പീരീഡ് വേണ്ടി നമുക്ക് വെട്ടിക്കുറക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് അസസ് ചെയ്യുമ്പോൾ അത് മാറ്റി ചെയ്യാവുന്നതാണ്. കാലതാമസം കൂട്ടോ കുറക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ പെർഫോമൻസ് അപ്രീഷിയേഷൻസ്. എന്താണ് പെർഫോമൻസ് അപ്രീഷിയേഷൻ എന്ന് പറയുന്നത്? ആ ജോലി ചെയ്യുന്ന ആളുടെ പെർഫോമൻസ് അല്ലെ, ഏത് ആളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആളുടെ ജോലി എങ്ങനെയാണ്, ആ ജോബിനോട് എത്രത്തോളം രീതിയിൽ ആൾ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആളുടെ സാലറീസ് അല്ലെങ്കിൽ ഹയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ ആളുടെ കാലയളവ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി എന്താണ് റിക്രൂട്ട്മെന്റിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ ക്രൈറ്റീരിയാസും എന്താണ് ഇവിടെ അസസ് ചെയ്യപ്പെടുന്നത്. ഇടയ്ക്കിടെ എന്താണ് അത് നമ്മളെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപേക്ഷയുടെ ചെലവ്, അവരുടെ നിയമനാനുപാതം അല്ലെങ്കിൽ എന്താണ് കാലാവധി, അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രീഷിയേഷൻ പ്രകടനത്തിന്റെ മൂല്യനിർണ്ണയം എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അസസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇതാണ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. മനസ്സിലായോ? ഇപ്പൊ നോക്കൂ, നമ്മുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞു. ഒരു പോയിന്റ് ഉള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്താണ്? സെലക്ഷൻ. The selection procedure is related to acquiring relevant information about an applicant. The objective of the selection process is to find out whether an applicant meets the qualifications for a specific job and to select the applicant who is most likely to carry out well in that job. എന്താണ് സെലക്ഷൻ? സെലക്ഷൻ തന്നെയല്ലേ ടീച്ചർ റിക്രൂട്ട്മെന്റ് അല്ലേ ടീച്ചർ സെലക്ഷൻ? രണ്ട് വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഇല്ലെങ്കിൽ ഇത് പഠിക്കണ്ടല്ലോ പിള്ളേരെ. Yes, selection എന്താണ്? The selection procedure is related to acquiring relevant information about an applicant. എന്താണ് സെലക്ഷൻ? നമ്മൾ ഏത് ജോലിയാണോ കൊടുക്കുന്നത് ആ ജോലി നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ആ ഒരു അപേക്ഷകനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ശരിക്കും പറഞ്ഞാൽ സെലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. കൊടുത്തിരിക്കുന്ന ജോലിക്ക് ആ ആള് ആപ്റ്റ് ആണോ, തന്നിരിക്കുന്ന ജോലി എത്രത്തോളം ഭംഗിയായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും, അപ്ലിക്കന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റെലവന്റ് ഇൻഫോർമേഷൻസ്. ഓക്കെ, ഇവിടെ സെലക്ഷൻ എന്ന് പറയുന്നത് ടേമിൽ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ ഇൻവോൾവ് choosing between applicants for jobs and removing applicants who are unsuitable applicants. Selection എന്ന് പറയുന്നത് എന്താണ്? Involve choosing between ആരൊക്കെ തമ്മിലാണ്? Applicants for jobs and removing applicants who are unsuitable applicants. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? സിമ്പിൾ സെന്റൻസ് അല്ലാതെ പറഞ്ഞേ. Choosing between applicants for job and, അതായത് നമുക്ക് തിരഞ്ഞെടുക്കുന്ന ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ളവർ മാത്രമാണ് നമ്മളവിടെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലാത്ത ആപ്ലിക്കൻസിന് എന്ത് ചെയ്യുന്നു? അൺസൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും അല്ലെ. ആവശ്യമുള്ളവരെ തിരഞ്ഞെടുത്തിട്ട് ആവശ്യമില്ലാത്ത ആപ്ലിക്കൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് ശരിക്കും സെലക്ഷൻ എന്ന് പറയുന്നത്. റിജക്ട് ചെയ്യപ്പെടുന്നു നമ്മൾ അല്ലെ. ഓക്കെ, അപ്പൊ നിരവധി പ്രോസസ്സിലൂടെയാണ് എന്താ ഈ റിജക്ഷൻ അല്ലെങ്കിൽ ഈ സെലക്ഷൻ നടക്കുന്നത്. പെട്ടെന്നൊന്നും ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പലതരം സ്റ്റെപ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ സെലക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. While planning a selection policy, due consideration should be given to organizational needs as well as technical and professional extent of selection procedures. നമ്മളൊരു സെലക്ഷൻ പോളിസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത്?
ആ ഒരു ഓർഗനൈസേഷന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജോലിക്കുള്ള ഒരാളെയാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അല്ലെ. ടെക്നിക്കൽ സ്കിൽസ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ്. ടെക്നിക്കലും ഒരു സ്കില്ല് മാത്രമല്ല വേണ്ടത്, ടെക്നിക്കൽ സ്കില്ല് വേണം, പ്രൊഫഷണൽ സ്കിൽസ് വേണം. ഈ രണ്ട് കാര്യങ്ങളെല്ലാം കൂടി ഒക്കെ ആയി വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓർഗനൈസേഷന് ആ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫ് നമുക്ക് ഉപകാരപ്പെടുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും അല്ലെ. അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സെലക്ഷൻ പോളിസി തീരുമാനിക്കുന്ന സമയത്ത് എന്താണ്, പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ടും ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസ് അളക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയകളും പ്രൊഫഷണൽ സ്കിൽസ് അളക്കുന്നതിനുള്ള പ്രക്രിയകളും അതിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയ ആൾക്കാരെ നിയമിക്കുന്നത്, ഓക്കെ, സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. മനസ്സിലായോ സെലക്ഷൻ എന്താണെന്ന്? ഈ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ബൈ പ്ലാനിങ് തുടങ്ങിയിട്ട് പ്രൊസീജിയർ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ. ബൈ പ്ലാനിങ് എ സെലക്ഷൻ പോളിസി തുടങ്ങി പ്രൊസീജിയർ വരെ അണ്ടർലൈൻ ചെയ്തു. നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റിസപ്ഷൻ ഓഫ് പ്രിലിമിനറി ഇന്റർവ്യൂ ഓഫ് സ്ക്രീനിങ്. ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസപ്ഷൻ ഓഫ് പ്രിലിമിനറി ഇന്റർവ്യൂ ഓഫ് സ്ക്രീനിങ്. നിങ്ങൾ പ്രിലിമിനറി ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്ക്രീനിങ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂ ഏതെങ്കിലും ഒന്ന്, ഓക്കെ, ഇന്റർവ്യൂ എളുപ്പം അതാന്ന് വെച്ചാൽ പഠിച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലെ, അഭിമുഖം നടത്തി സ്ക്രീനിങ് ചെയ്ത് ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റിലേക്ക് ആളെ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് അപ്പൊ സ്ക്രീനിങ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം, എ ഫാക്ട് ഫൈൻഡർ വിച്ച് ഹെൽപ്സ് വൺ ടു ലേൺ about an applicant's background and life history. On conducted interviews to inspect the facts and get attitude of the applicant and his family to the job. ഇനി ആളുടെ എന്താണ്? ആപ്ലിക്കന്റിന്റെ ഹിസ്റ്ററി ആണ് നമ്മൾ നോക്കുന്നത്, ലൈഫ് ഹിസ്റ്ററി ആണ് നോക്കുന്നത്. നമുക്ക് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിൽ നമ്മളോട് ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്, ഫാമിലി ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ്ഡ് ആണോ, അതെല്ലാം നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ യെസ്. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ലൈഫ് ഹിസ്റ്ററി, ആപ്ലിക്കന്റുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി തപ്പുക അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തും? എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും ബാക്ക്ഗ്രൗണ്ടില്? CV ഉണ്ടാവും, അത് മാത്രമാണോ? എക്സ്പീരിയൻസ് നോക്കും, പിന്നെ ഫാമിലി നോക്കും അല്ലെ, ബിഹേവിയർ നോക്കും. യെസ്, എല്ലാ കാര്യങ്ങളും എന്തിൽ വരുന്നുണ്ട്? ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ലൈഫ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. പ്രീവിയസ് ജോബ്സ്, ചിലര് ചോദിക്കും പ്രീവിയസ് ജോബ്സ് എന്ന് പോരാനുള്ള കാരണം എന്താണ്, അതൊക്കെ ചോദിക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീഗൽ കേസസ് ഒക്കെ എന്താന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫാമിലി ഹിസ്റ്ററിയിലാണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. ഫിസിക്കൽ എക്സാമിനേഷൻ, ആള് ആ ജോലിക്ക് ഫിസിക്കലി ആക്ട് ആണോ എന്ന് കൂടി, നമ്മൾ മെന്റലി മാത്രമല്ല ഫിസിക്കലി കൂടി ഫിറ്റ് ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായി എന്തൊക്കെ ബന്ധപ്പെട്ടായിരിക്കുള്ളൂ? ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഇപ്പൊ ഫിസിക്കൽ എക്സാം ചെയ്യുന്നത്? നമ്മളുടെ ബോഡി ഫിറ്റ് ആണോ നോക്കുക അല്ലെ, ബോഡി ഫിറ്റ് ആണ് നോക്കി ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. BP, ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഷുഗർ കാര്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ബേസിക് ചെക്കപ്പ് ആപ്ലിക്കൻസുമായിട്ട് നമ്മൾ നടത്തുന്നത് ബേസിക് ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു മെഡിക്കൽ ചെക്കപ്പ് അല്ലെ. അപ്പൊ
അപ്പൊ അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എന്ത് വേരിയേഷൻസ് കാണിച്ചാൽ ചിലപ്പോൾ ആള് ആ കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ അവിടെ കാണിക്കേണ്ടി വരും. ഏത് ഡ്രഗ്സ് ആണോ കഴിക്കുന്നത് അവിടെ കാണിക്കേണ്ടി വരും. അപ്പൊ അതിൽ ചിലപ്പോ ഓക്കെ ആണെങ്കിൽ മാത്രം ചിലപ്പോൾ അയാൾ റിജക്റ്റഡ് ആയിരിക്കും. ഈ ഒരു സ്റ്റെപ്പിൽ ചിലപ്പോൾ ഈ സ്റ്റെപ്പിലാണ് പലരും റിജക്റ്റഡ് ആയി പോകുന്നത്. ചിലപ്പോ ഏജ് ഓവർ ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോൾ ചിലപ്പോൾ ബി പി കൂടിയിട്ട് വരാം. നമുക്കിപ്പോ ചെക്കപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ബി പി ഒന്നും ഇല്ലാത്ത ആളായിരിക്കും. അവർ ടെൻഷൻ അടിച്ചിട്ട് ബി പി കൂടും, ആ ജോലി റിജക്റ്റ് ആവും. പറയാൻ പറ്റില്ല അല്ലെ. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുന്നത് കൃത്യമായിട്ട് ഫിസിക്കൽ എക്സാമിനേഷനിലാണ് ചെക്ക് ചെയ്യുന്നത്. ചില ഓർഗനൈസേഷൻ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും. അവരൊന്ന് ഏബിൾ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അടുത്തത് എന്താണ്? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. To inspect the surface area and get an objective look at candidates suitable for a job. Candidates aptness for a job. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്താ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. എന്താണ് ആ ഒരു കാൻഡിഡേറ്റിന്റെ ഒബ്ജക്റ്റീവ് ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയില്ലെങ്കിൽ ആ ഒരു ജോലിക്ക് ആൾ എത്രത്തോളം ആപ്റ്റ് ആണ്, സൈക്കോളജിക്കലി മാനസികപരമായിട്ട് ആൾ എത്രത്തോളം ആക്കിയാണെന്ന് നമ്മള് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗമല്ല, വലിയൊരു ഭാഗമാണ്. ഒരുപാട് പ്രോസസ്സും അതിൽ കൂടി പല ടെസ്റ്റസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, എത്രത്തോളം അതിൽ ആള് സൂട്ട് ആവുന്നുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. അടുത്തത് നോക്കാം. റെഫറൻസ് ചെക്ക്. റെഫറൻസ് ചെക്ക് എന്താണ്? റെഫറൻസ് ചെക്ക് റെഫറൻസസ് ചെക്ക് എന്തിനെ കുറിച്ചായിരിക്കും റെഫറൻസ് ചെക്കുകൾ വരുന്നത്? സ്കിൽസ് അല്ലെ, സ്കിൽസ് ആൻഡ് എബിലിറ്റീസിനെ കുറിച്ച് അയാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൂടി റെഫർ ചെയ്യും. എന്തൊക്കെ അഡീഷണൽ സ്കിൽസ് എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷമായിരിക്കുള്ളൂ. ആ ഒരു സെലക്ഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് ആൾ എടുത്തിടുന്നത്. ഓക്കെ, ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എല്ലാം റെഫർ ചെയ്തതിനു ശേഷം റെഫറൻസ് കഴിഞ്ഞതിന് ശേഷമേ ആളെ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കുള്ളൂ. ലാസ്റ്റ് എന്താണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി ഡിസിഷൻ ടു ദി കാൻഡിഡേറ്റ്. ഫൈനൽ സെലക്ഷൻ എങ്ങനെയാണ്? ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ മാനേജർ. ആരാണ് ഫൈനൽ ആൾ മുഖ്യാണെന്ന് പറയുന്നത്? അപ്രൂവൽ എടുക്കുന്നത് ആരാണ്? മാനേജർ ആണ് അല്ലെ. മാനേജർ ഡയറക്റ്റ് ആയിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് അവരുടെ തീരുമാനം അവരെ അറിയിക്കുന്നത്. അതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് സ്ക്രീനിങ്, പിന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ലൈഫ് ഹിസ്റ്ററി. ആപ്ലിക്കേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ലൈഫ് ഹിസ്റ്ററിയിൽ ചെക്ക് ചെയ്യുന്നു. ഫിസിക്കൽ എക്സാമിനേഷൻ, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു, റെഫറൻസ് ചെക്ക് ചെയ്യുന്നു. ലാസ്റ്റ് വൺ ഫൈനൽ സെലക്ഷൻ അപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാനേജർ ആണ് ഫൈനൽ സെലക്ഷൻ ആൾ അപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളെ തിരഞ്ഞെടുത്ത് എന്നുള്ള ഒരു ആശയവിനിമയം നടത്തപ്പെടുന്നത് ആരാണ്? മാനേജർ ആണ്. ഓക്കെ, അത്തരം സ്റ്റെപ്സുകളാണ് സെലക്ഷൻ പ്രോസസ്സിൽ കടന്നു പോകുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? ഇല്ല. ക്ലിയർ ആണ്. നമുക്ക് ഇങ്ങനെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നോക്കാം ഓരോന്നും. ഓക്കെ, സൈക്കോളജിക്കൽ ടെസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മള് ഇവിടെ കുറെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ്, സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ ടെസ്റ്റ്, ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ടെസ്റ്റ്. ഓക്കെ, ഒരു നോക്കാം. As per of a human behavior, test categorized into aptitude test, achievement test, personality test ആണ് interest test. നമ്മള് പ്രധാനമായിട്ടും നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ ബിഹേവിയർ അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. മനുഷ്യന്റെ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ സിറ്റുവേഷൻസ്, പല സിറ്റുവേഷൻസ് കൊടുത്തിട്ടാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്? ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്.
ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. Tries to test your ability to carry out tasks and react to situations at work. ഇനി ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും രണ്ടും രണ്ടാണ് കേട്ടോ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് മനോഭാവം. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? അഭിരുചി. രണ്ടും മാറിപ്പോകരുത് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി, ടേസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റുകൾ. ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മുടെ മനോഭാവമാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. രണ്ടും രണ്ടാണ്. ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നത്? Tries to test your ability to carry out tasks and react to situations at work. എന്താണ് പിള്ളേരെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മള് ഒരു കാര്യത്തിന് എത്രത്തോളം ഏബിളാണ്, നമുക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക് തരുന്ന സിറ്റുവേഷൻ നമ്മൾ എത്രത്തോളം കാര്യക്ഷമമായത് ചെയ്ത് തീർക്കുന്നു, നമ്മൾ എങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്യുന്നത്. നമുക്കൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി തന്നു കഴിഞ്ഞാല് നമ്മള് വെറുതെ അത് നോക്കി നിൽക്കുകയാണോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ടോ, എഫിഷ്യന്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ടോ. എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടും ചെയ്താൽ മാത്രമേ നമ്മള് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ് ആവുകയുള്ളൂ അല്ലെ. അല്ലാതെ തരുന്ന ടെസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ആള് സെലക്ട് ചെയ്യില്ല. നമ്മൾ അവിടെ പെർഫോം ചെയ്യണം. നമ്മുടെ പെർഫോമൻസ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ കാണിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ എത്രത്തോളം ആ ടാസ്ക് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ റിയാക്ഷൻ, നമുക്ക് തരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഇതാണ് കേട്ടതാണ്. ഓക്കെ, ഈ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനാണെങ്കിൽ നമ്മളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചെയ്യണമെങ്കിൽ റിയാക്ഷൻ കുറവായിരിക്കും. താല്പര്യം ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നമ്മള് മാത്രമായിട്ട് അത് ചെയ്യില്ല അല്ലെ. അത്രയ്ക്ക് നന്നായിട്ട് അത് ചെയ്യാം. പക്ഷെ നമ്മൾ അത് ഇഷ്ടത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ ജോലി വേണം, അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ അവിടെ ബിഹേവ് ചെയ്യും. ഓക്കെ, yes, that is aptitude test. ഇനി achievement test എന്താണ്? It evaluate develop knowledge or skill after a period of training. Achievement test, അടുത്ത ടെസ്റ്റ് ആണ് achievement test. എന്താണ്? To evaluate developed knowledge or skill after a period of training. എന്താണ് achievement testൽ നമ്മൾ നോക്കുന്നത്? നമുക്ക് തരുന്ന ട്രെയിനിങ് പീരീഡിൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ നോളജ് ആൻഡ് സ്കിൽസ് ആണ് അവർ വാലിഡേറ്റ് ചെയ്യുന്നത് അല്ലേ. യെസ്, നമ്മുടെ നോളജ് ആൻഡ് സ്കിൽസ് ആണ് അവരവിടെ വാലിഡേറ്റ് ചെയ്യുന്നത്. എത്രത്തോളം നമുക്ക് അവിടെയും നമുക്ക് സിറ്റുവേഷൻസ് തരും. നമ്മുടെ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടുള്ള സ്കിൽസ്, അല്ലെങ്കിൽ എത്രത്തോളം ആള് സ്കിൽഡ് ആയിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് അറിയാനുള്ള സിറ്റുവേഷൻസ് തന്നിട്ടാണ് നമ്മൾ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യല്, നമ്മുടെ നോളജ് ഇവാലുവേറ്റ് ചെയ്യുകയാണ് എന്താ അച്ചീവ്മെന്റ് ടെസ്റ്റിലൂടെ പൂർണ്ണമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, എല്ലാത്തിലും സിറ്റുവേഷൻസ് ബേസ്ഡ് ആണ്. ഓരോ സിറ്റുവേഷൻസ് തരാണ്ട് പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി സൈക്കോളജിക്കൽ ടെസ്റ്റ് നമുക്ക് സിറ്റുവേഷൻ ബേസ്ഡ് റിയൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, റിയൽ സിറ്റുവേഷൻസിൽ ചെയ്യുന്ന കാര്യങ്ങളായത് കൊണ്ട് തന്നെയാണ് അതിനെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ ഒരു സിറ്റുവേഷൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. It mainly assesses human personality. Personality testing and assessment refer to technique designed to measure the characteristics patterns of traits that people show across various situations. എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ടെസ്റ്റസ് ആണ് അല്ലെ. പേഴ്സണാലിറ്റി ടെസ്റ്റ് മീൻസ് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയെ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ്. ഇതെല്ലാം ഒരു വ്യക്തി തന്നെ അളക്കുന്നതാണ്, പക്ഷെ എന്താണ് പേഴ്സണൽ ആണ് അല്ലെ. അതായത് ഇവിടെയും എങ്ങനെയാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? നമുക്ക് പല സിറ്റുവേഷൻസ് തന്നിട്ട് ആ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ അതിനെ മറികടക്കുന്നത് അല്ലെ. സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഇപ്പോ അടുത്ത ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.
എന്താണ് വളരെ ഡിസ്റ്റർബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് തന്നിട്ട് ആ സിറ്റുവേഷൻ നമ്മൾ ആ ഓർഗനൈസേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. എത്രത്തോളം നമ്മൾ ക്ഷമാലുവാണ് അല്ലെ, നമ്മൾ ക്ഷമ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അത് ആലോചിച്ച് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം തന്നിട്ട് എത്രത്തോളം ആലോചിച്ച് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അവിടെ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ കണ്ടെത്തി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ആ സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ. ഈ ടെസ്റ്റിലാണ് പലരും ഇപ്പൊ ടെമ്പർ ഭയങ്കര ഇഷ്യൂ ആൾക്കാർക്കൊന്നും ഈ ടെസ്റ്റ് ചിലവർ പാസ്സായില്ല. എന്തുകൊണ്ടാണ്? സിറ്റുവേഷൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആൾക്കൊന്ന് ദേഷ്യം കയറും അല്ലെ, എനിക്കൊന്നും പറ്റില്ല ഈ ജോലി എന്ന് പറഞ്ഞു വിട്ടിട്ട് പോകും ചിലവരെ. അത്ര ക്ഷമ വേണ്ടി വരും. അങ്ങനെയൊക്കെ ജോലി നഷ്ടപ്പെടുന്നവരുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റില് സെലക്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സെലക്ഷൻ ആവാൻ. ഓക്കെ, നമ്മുടെ സ്വഭാവ സവിശേഷതകൾ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. characteristics pattern of traits that people show across various situations. Various situations നമ്മൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, then interest test. പേഴ്സണാലിറ്റി ടെസ്റ്റിൽ തന്നെ വരുന്നതാണ് കേട്ടോ അത്. interest test, it determines a person's preference for a specific field or activities. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കുറച്ച് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ എന്താ പറയാ സ്ക്വാഷസ് ഇല്ലേ, ഓറഞ്ച് ജ്യൂസ് പറയും, ഒരു 50 പേപ്പേഴ്സ്, ഒരു 50 പേര് അവിടെ നമ്മുടെ ഗ്രൗണ്ടിൽ ഇരിക്കും. 50 പേർക്ക് നിങ്ങളോട് പറയാണ് നിങ്ങൾ 50 പേർക്ക് കൊണ്ടുപോയി ജ്യൂസ് കൊടുക്കാൻ പറയുന്നു. അതേസമയം തന്നെ പറയുന്നു 50 പേരെ കൊണ്ട് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൽ എല്ലാവരുടെയും 50 പേരുടെ 50 ഡീറ്റെയിൽസ് എഴുതിയിട്ട് വരാൻ പറയും. 2 വർക്കാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? 50 പേർക്ക് കൊണ്ടുപോയി ജ്യൂസ് കൊടുക്കും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പോകും. ഏതായിരിക്കും ചെയ്യുന്നത്? ഏതിനാണ് ഏറ്റവും സമയം എടുക്കുന്നത്? രണ്ടും ചെയ്യില്ല ടീച്ചറെ, രണ്ടും ചെയ്യില്ല. സെക്കൻഡ് ലൈഫ് എടുക്കും അല്ലെ, പേഴ്സണൽ ഡാറ്റ എടുക്കും. അത്ര ക്ഷമയുണ്ട് അപ്പൊ അവർക്ക്. ഇവിടെ ജ്യൂസ് കൊടുക്കാനാണോ പാട്, ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനാണോ പാട്? ഏതാണ് പാട്? ജ്യൂസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ അവിടെ കൊണ്ട് കൊടുത്താൽ മതി, അവരെടുത്ത് കുടിച്ചോളും. അവിടെ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയില്ല, ഒന്നും ചെയ്യാറില്ല, കൊടുത്തിട്ട് പോരാ, അത്രേ ഉള്ളൂ. അതെന്താണ്? നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് താല്പര്യത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. ചിലവര് ബുദ്ധിമതികളായുള്ള നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്നുണ്ട് ഞങ്ങൾ പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യുള്ളൂ, എനിക്ക് ഈ ജോലി അത്യാവശ്യമാണ്, അതുകൊണ്ട് ഞാൻ അതേ തിരഞ്ഞെടുക്കുള്ളൂ അല്ലെ. ഓക്കെ, കേട്ടോ, വെറുതെ ചോദിച്ചെന്നുള്ളൂ കേട്ടോ, ഇഷ്ടം അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എന്താണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡിറ്റർമിൻസ് എ പേഴ്സൺ പ്രിഫറൻസസ് ഫോർ സ്പെസിഫിക് ഫീൽഡ് ഓർ ആക്ടിവിറ്റീസ്. നമുക്ക് ഒരു ആക്ടിവിറ്റീസിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയിട്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഒരു ഓർഗനൈസേഷൻ തരുന്ന ടാസ്കുകൾ അത് ശരിക്കും ഒരു വെരിഫൈ ചെയ്യും, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നിങ്ങളുടെ താല്പര്യങ്ങളാണ് അവിടെ കണ്ടെത്തുന്നത്. നിങ്ങൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതിനാണോ ഏത് ഫീൽഡിലാണോ താല്പര്യമുള്ളത് അവിടെ നിയമിക്കുക, അവിടെ മാത്രം നിങ്ങൾ ശോഭിക്കുകയുള്ളൂ, അവിടെ നിങ്ങളുടെ പെർഫോമൻസ് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ ബേസിസിൽ നമ്മള് ഇവിടെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം.
ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിലാണ് ഇത്തരം ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഹ്യൂമൻ ബിഹേവിയർ അല്ലെ, പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി ആണ് ഇൻട്രസ്റ്റ്. ഇനി അടുത്തത് എന്താണ്? അടുത്ത കാറ്റഗറി ടെസ്റ്റ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റസ്, basis of use to which the tests are put, they may be categorized to the three broad categories. ഇനി നമ്മൾ അടുത്ത ടെസ്റ്റുകൾ 3 കാറ്റഗറീസ് ആയിട്ട് യൂസസിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഡിസിഷൻ ടെസ്റ്റ്. ഇത് രണ്ടെണ്ണം ഒരേപോലെ വന്നിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. പ്രിന്റിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടാകാൻ ശ്രദ്ധിക്കണം കേട്ടോ. പ്ലേസ്മെന്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന നോക്കിയേ, വേണ്ട നോക്കിയാൽ മതി. അതായത് നമ്മുടെ യൂസസിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇനി ടെസ്റ്റുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? The tests are done to select apt candidates for a particular job. എന്താണ്? ഏത് ജോലിക്കാണോ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ വേണ്ടത്, അയാളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ആ പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ആളെ സെലക്ട് ചെയ്ത ടെസ്റ്റ് ആണ് എന്ത്? സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അപ്പൊ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് under such tests special considerations are given to decide on which of the several possible assignments a person will be able to be his best. നോക്കൂ, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തു, സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞു, ഇനി എന്താണ്? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അതിൽ എന്തായിരിക്കും ഉൾപ്പെടുന്നത്? അസൈൻമെന്റ്സുകൾ കൊടുക്കുകയാണ് അല്ല, ഒരു പേഴ്സൺ ഒരു കാൻഡിഡേറ്റിന് നമ്മൾ എന്തെടുക്കും? അസൈൻമെന്റ്സ് കൊടുക്കുക. അയാൾ അതിൽ എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെ, ആ പേഴ്സൺ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് പല അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് പല പല വർക്ക്സിൽ പല ടാസ്കുകളായിരിക്കും അവിടെ, പല ജോലികൾ കൊടുത്തിട്ട് അവിടെയൊക്കെ ആൾ എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിൽ കണ്ടെത്തുന്നത്. ഓക്കെ. അവിടെയൊക്കെ ബിഹേവിയർ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. അവിടെ ജോലി എത്രത്തോളം ആൾ ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ ബിഹേവിയർ അവിടെ അളക്കപ്പെടുന്നുണ്ട്. അടുത്ത എന്താണ്? പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്താണ്? പ്ലേസ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് it is concerned with assigning a person to different level of work rather than distinctly different type of work. നോക്കൂ, പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ലെവൽ ഓഫ്. ഇവിടെ നമ്മുടെ ടെസ്റ്റിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിൽ അത് ക്ലിയർ ആണോ? പ്ലേസ്മെന്റ് ടെസ്റ്റ് മാത്രമാണോ എടുക്കുന്നത്? എല്ലാവരും ഒരുമിച്ച് വന്ന് എടുക്കുന്നുണ്ടോ? അതായത് നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിന്റെ ഭാഗം ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. പ്രിന്റ് വന്നിട്ടുള്ളത് നോക്കി പിള്ളേരെ, അതൊന്ന് ക്ലാരിഫൈ ചെയ്തേ. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിന്റെ അതേ ഭാഗങ്ങൾ തന്നെ നോക്കി ഇവിടെ വന്നിട്ടുണ്ടാ നോക്കി. പ്ലേസ്മെന്റ് ടെസ്റ്റില് ഉണ്ടാവും. നിങ്ങളുടെ ടെസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, PDF തെറ്റാണ് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണെങ്കിൽ ഇതിൽ PDF ആണെന്ന് മനസ്സിലാവില്ലേ? അത് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്സുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കുകൾ കൊടുക്കുകയാണ്. ടൈപ്സ് ഓഫ് വർക്ക് കൊടുത്തിട്ട് അവരതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു, പല പല വർക്കുകൾ കൊടുത്തിട്ട് പല വർക്ക്സ് അവരെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് പ്ലേസ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് കൊടുത്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് കൊടുത്തിട്ട് എന്താണ് അവിടേക്ക് അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് കണ്ടെത്തുന്നതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഡിസിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും നിങ്ങളുടെ എല്ലാവരും ടെസ്റ്റിലും ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറ്റിക്കോളാം. ഇതും കൂടി പറയട്ടെ. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Individual or group test. Individual test, a test in which a single individual is tested at a time and
Also observe his behavior carefully throughout the testing period. Individual test എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരാളെ മാത്രം ഇന്റർവ്യൂ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് സ്പെസിഫിക് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അയാളുടെ ബിഹേവിയർ നമ്മൾ അളക്കുന്നതാണ് എന്ത് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ത്രൂ ഔട്ട് ആ ഒരു ട്രെയിനിങ് പീരീഡിൽ ആളെ എങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ളത് കണ്ടെത്തുന്നു. ഇനി ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? Group tests are normally done in a format which enables individual to record his own response and can be stimulantly given to a member of individuals without any special need of observing their behavior. ഇനി ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ടെസ്റ്റിൽ ഒരാളാണ് ഉണ്ടാവുന്നത്, ഒരേ സമയം അല്ലെ, സ്റ്റിമുലൻസിൽ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേരുണ്ടായിരിക്കും, ഒരു ടീം ആയിരിക്കും അല്ലെ. അതായത് കൂടുതൽ സമയം ഒരേ സമയം തന്നെ ഒരുപാട് പേരെ നമുക്ക് അവിടെ അളക്കാനായിട്ട് സാധിക്കും. അവിടെയും പല ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവിടേക്ക് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പിലാണ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ടെസ്റ്റ് സാധിക്കുന്നു? ഗ്രൂപ്പ് ടെസ്റ്റസ് വഴി, ഗ്രൂപ്പ് ടെസ്റ്റസ് വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു, വഴി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് നമ്മൾ ഈ ടെസ്റ്റസുകളെ യൂസസിന്റെ ബേസിൽ, അതായത് ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെസ്റ്റസുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് സെലക്ഷൻ ടെസ്റ്റ്, പർട്ടിക്കുലർ ജോബിൽ ആളെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതാണ് സെലക്ഷൻ ടെസ്റ്റിൽ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സെവറൽ പോസിബിൾ അസൈൻമെന്റ്സുകൾ കൊടുത്തിട്ട് അയാളിൽ നിന്ന് അയാൾ എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്തിനാണ്? ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കിൽ ആളെങ്ങനെ പെർഫോം ചെയ്യുന്നു. ഇനി ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു ട്രെയിനിങ് പീരീഡ് കൊടുത്തിട്ട് ആ ത്രൂ ഔട്ട് ആ ഒരു പീരീഡ് ആളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടീം ടെസ്റ്റ് ആണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് എന്തിൽ വരുന്നത്? ഒരു ടീമിൽ വരുന്നത്. ആ ഒരു ടീമിൽ എത്രത്തോളം അവർ ബിഹേവ് ചെയ്യുന്നു, പരസ്പരം ഇങ്ങോട്ടൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഗ്രൂപ്പ് ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റ്. മനസ്സിലായോ? ക്ലിയർ ആണോ ടെസ്റ്റസുകള്? നമുക്ക് കുറച്ചുകൂടി ഉള്ളു കേട്ടോ, ഇന്റർവ്യൂസ് ഉണ്ട്, ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ. രണ്ട് ക്ലാസ് കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ തീർക്കാം. അത് കഴിഞ്ഞിട്ട് ടീച്ചർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരിക്കും എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ എടുക്കാം. ഡിസാസ്റ്റർ ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്, ഇതിൽ അത്ര തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ എന്നാ നിർത്താണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ആ മാറിയടോ ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റലായിരുന്നു, ഒരാഴ്ച ഹോസ്പിറ്റലായിരുന്നു. മാറി കേട്ടോ. ഓക്കെ ആയി. CRP കൂടുതലായിരുന്നു. ഇത് റിയാക്ഷൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ലിവർ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് വുമൻസിന് 6 പാടുള്ളായിട്ട് വോളിയം, 6 പാടുള്ളായിട്ട് 31 ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള കഫായിരുന്നു. ശരിക്കും CRP കൂടിക്കഴിഞ്ഞ ആള് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും. 81 ആയിട്ട് ആള് മരിച്ചുപോയി. അങ്ങനെ വരാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചുമ വരുമ്പോ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ അത് പിന്നെ കുറയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ശരിയായിടോ? ഓക്കെ.